പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഗലാത്തി 6:15 വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു പുതിയ സൃഷ്ടി ആകുവാനാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യന് എന്ത് സംഭവിച്ചു? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. എന്നാൽ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ പാപവും മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. ഉൽപ്പത്തി 6:5 തിരുവചനം പറയുന്നു, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതും മാത്രമാണെന്നും കർത്താവ് കണ്ടു. മനുഷ്യനെ രക്ഷിക്കുവാൻ കർത്താവ് പ്രവാചകന്മാരെ അയച്ചു. ഹെബ്രായർ 1:1 നാം കാണുന്നുണ്ട്, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ മാതാപിതാക്കളോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. യെശയ്യാ 59:1 യെശയ്യാ പ്രവാചകൻ പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നമ്മുടെ രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ ദുഷ്ടതയും വഞ്ചനയും കാപട്യവുമാണ്. ജെറമ്യ 17:9 ജെറമ്യ പ്രവാചകനിലൂടെ കർത്താവ് മനുഷ്യ ഹൃദയത്തിൻ്റെ അവസ്ഥ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ജെറമ്യ 4:14 പറയുന്നു, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും. ജോയേൽ 2:13 ജോയേൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. അപ്പോൾ പ്രവാചകന്മാരുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞ മനുഷ്യരെ രക്ഷിക്കുവാനായി പിതാവായ ദൈവം സ്വപുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ തിരുമനസ്സായി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:16 തിരുവചനത്തിൽ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ഗലാത്തി 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ, തിന്മ നിറഞ്ഞ യുഗത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ, അതായത് യേശു, തന്നെ ബലിയർപ്പിച്ചു. മനുഷ്യനെ അശുദ്ധമാക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 7:21 നാം കാണുന്നുണ്ട്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, അസൂയ, ദുരാഗ്രഹം ഇവയെല്ലാം പുറപ്പെടുന്നത്. അവ മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അവിടെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദുഷ്ടതയും വഞ്ചനയും കാപട്യവും എടുത്തു മാറ്റുമ്പോൾ, പകരം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ നിറയ്ക്കുമ്പോൾ നാം വിശുദ്ധിയുള്ളവരായി മാറും. അതനുസരിച്ച് വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുകയും ചെയ്യും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.